കാലത്ത് 10 മണിക്ക് പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിൻ്റെ തറക്കല്ലിടൽ കർമ്മം ബഹുമാന്യായ കേരള ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് നിർവഹിക്കുകയാണ്. കിഫ്ബി പദ്ധതി ഉൾപ്പെടുത്തിയിട്ടാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. മലയോര മേഖലയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് പേരാമ്പ്ര താലൂക്ക് ആശുപത്രി. പരിമിതികൾ കുറേയേറെയുണ്ട്. താലൂക്ക് ആശുപത്രിയുടെ തസ്തികകൾ നമുക്ക് അംഗീകരിച്ച് കിട്ടിയിട്ടില്ല എന്ന പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇന്നത്തെ നിലയിൽ താലൂക്ക് ആശുപത്രിയുടെ വികസനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഗവൺമെൻറ്റും ജനപ്രതിനിധികളുമെല്ലാം അടങ്ങിയ അതുപോലെ തന്നെ ബഹുജനങ്ങളും വലിയ തോതിലുള്ള സഹായത്തോടു കൂടിയാണ് ഇന്നത്തെ നിലയിലുള്ള താലൂക്ക് ആശുപത്രിയുടെ വികസനം സാധ്യമാക്കിയത്. സ്വാഭാവികമായും പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതോടുകൂടി വലിയ നിലയിലുള്ള മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 76 കോടി രൂപയാണ് 56 കോടി രൂപ കെട്ടിട നിർമ്മാണത്തിനും 20 കോടി രൂപ ഉപകരണങ്ങൾക്കും അനുബന്ധ സംവിധാനങ്ങൾക്കും വേണ്ടിയിട്ടാണ് നീക്കിവെച്ചിട്ടുള്ളത്. സമയബന്ധിതമായി കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻകലാണ് ഇതിനാവശ്യമായ DPR തയ്യാറാക്കിയിട്ടുള്ളത്. ULCC ആണ് നിർമ്മാണ ചുമതല. 18 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നിർമ്മാണ കാലാവധി 18 മാസം. അപ്പോൾ സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്നുള്ളത്, നമ്മൾ താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി 2 ഏക്കർ ഭൂമി CKG കോളേജിൻ്റെ ലഭ്യമാകുന്നതിനുള്ള നടപടിക്രമങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലായി എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അതിൻ്റെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഓർഡർ വന്നിട്ടുണ്ട്. ഓർഡർ ഇപ്പോൾ എനിക്ക് അയച്ചു കിട്ടിയിരുന്നത് നോക്കിയിട്ടില്ല, ഇപ്പോൾ അയച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പം 2 ഏക്കർ ഭൂമി ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഭൂമി കൂടി ലഭ്യമായാൽ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ആ ഭൂമി കൂടി നമുക്ക് ലഭ്യമായാൽ മറ്റ് സംവിധാനങ്ങളും പാർക്കിംഗ് അടക്കമുള്ള മറ്റ് സംവിധാനങ്ങളും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരമൊരു വികസന പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനമാണ്, തറക്കല്ലിടലാണ് നടക്കുന്നത്. അതിന് നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യവും സഹായവും ഉണ്ടാവണം. അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വ്യക്തമായി ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, വാർത്തകൾ വന്നിട്ടുണ്ട്, എന്തെല്ലാം ശ്രദ്ധയിലുള്ളതാണ്. അപ്പം അത് പറയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പ്രൊഫസർ നടന്നത്. പരിപാടിക്കകത്ത് ബഹുമാനപ്പെട്ട MP മുഖ്യാതിഥിയായിരിക്കും. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യാതിഥിയായി അവർ പങ്കെടുത്ത് MLA അധ്യക്ഷതയിലാണ് പരിപാടി നടത്തുന്നത്. നിങ്ങളുടെ റിപ്പോർട്ടുകളാണ് ഇതിൽ ഓരോ ഘട്ടത്തിലും പ്രചോദനമെന്ന് പ്രത്യേകം പറയാറുണ്ട്. പലപ്പോഴും പത്രങ്ങളിൽ വരുന്ന പത്രം എടുത്ത് പറയേണ്ട 4 പത്രങ്ങൾ നല്ല ഹൈലൈറ്റ് ചെയ്ത് തന്നെ വരാറുണ്ട്. അത് അടുത്ത മീറ്റിങ്ങുകളിൽ ചർച്ചയാവുകയും അതിനനുസരിച്ച് പല നടപടികൾ ഉണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു നന്ദികൾ അറിയിക്കുകയും ഈ പരിപാടി വിജയിപ്പിക്കുന്നത് നിങ്ങളായിരിക്കണം. നിങ്ങളുടെ റിപ്പോർട്ടൊക്കെ വളരെ സാധ്യതയോടുകൂടി പറയും. പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിലെ ഭരണസമിതികൾ ഇതുവരെ കാണിച്ച എല്ലാ സഹകരണങ്ങൾക്കും ആത്മാർത്ഥമായ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. നിങ്ങൾ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ അതാത് സമയത്ത് തന്നെ ഭരണസമിതി യോഗവും അതിൻ്റെ ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേഷൻ ബന്ധപ്പെട്ട് തിരുത്തൽ വരുത്തി നല്ല വഴിക്ക് കൊണ്ടുപോകും. നമ്മുടെ ഈ പരിപാടി നമ്മുടെ ആഘോഷമായിട്ട് നമുക്ക് കൊണ്ടുവരണം, പേരാമ്പ്ര ഉത്സവമായിട്ട് കൊണ്ടുവരണം. ആ രൂപത്തിൽ നിങ്ങളെല്ലാ സഹായം ഉണ്ടാകണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ MLA സമ്മോഹനമായിട്ടാണല്ലോ ഒരു ഭീമമായ തുക നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പേരാമ്പ്രയുടെ വികസനത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് താലൂക്ക് ആശുപത്രിയുടെ ഡെവലപ്മെൻറ്റ്. 2 ഏക്കർ ഭൂമി നമ്മൾ ആദ്യം തന്നെയല്ലേ നടക്കുന്ന ഘട്ടത്തിലാക്കാം. പറ്റുന്നതിൻ്റെ ഇതിലുള്ള ഫൈനൽ അളവാണ്.
സൂയിസൈഡ് കേസൊക്കെ വന്നാൽ കൊയിലാണ്ടിയിലേക്കോ അല്ലെങ്കിൽ കുറ്റ്യാടിയിലേക്കോ കോഴിക്കോടേക്കോ പോകേണ്ട ഒരവസ്ഥയുള്ളത്. എന്തുകൊണ്ട് താലൂക്ക് ആസ്പത്രി നിലയ്ക്ക് ആ മോർച്ചറി സംവിധാനം കൊണ്ടുവരാൻ കഴിയാത്തത്? എന്താണ് സാങ്കേതിക തടസ്സം? സാങ്കേതിക തടസ്സം ഒന്നും അതിനാവശ്യമായ വിധത്തിലുള്ള സർജന്റെ തസ്തിക നമുക്ക് അനുവദിക്കണം. ഒരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ നടപടിക്രമങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ നിയമപരമായ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. സാധാരണ സർജൻ്റെ ഉപയോഗിച്ചല്ല അത് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഗ്രേഡുള്ള ആ തസ്തിക പോകണം. അപ്പോൾ അത്തരം തസ്തികകൾ കൂടി നമ്മൾ ഈ പുതിയ ഇതിൻ്റെ ഭാഗമായി നമുക്ക് ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പുതിയ താലൂക്ക് ഓഫീസ് കെട്ടിടം പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് അത്തരം സംവിധാനങ്ങൾ കൂടി സ്വാഭാവികമായും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. ഓർത്തോ വേണം, സർജറി വേണം, പീഡിയാട്രിക്കിന് പ്രത്യേക സെക്ഷൻ വേണം, അതുപോലെ തന്നെ ഗൈനക്ക് വേണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം സംവിധാനത്തിൻ്റെ ഭാഗം. അതുകൂടി നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് അതുകൂടി അതിൻ്റെ ഭാഗമായി ലഭ്യമാവും. പുതിയ കെട്ടിട സംവിധാനം ഉണ്ടാകുന്നതോടുകൂടി അല്ലേ താലൂക്ക് ആസ്പത്രി എന്ന നിലയിലുള്ള ഒരു പൂർണ്ണ പാറ്റേൺ സ്റ്റാഫ് പാറ്റേൺ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കാം. ഇതിൻ്റെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന ഒരാളെങ്കിലാണോ അത് സമയബന്ധിതമായ എത്ര വർഷം കൊണ്ട് തീർക്കാൻ സാധിക്കും? അങ്ങനെ എന്തെങ്കിലും? അതിപ്പം പ്രസിഡന്റ് പറഞ്ഞല്ലോ, ഒരാൾക്ക് ലേബർ സൊസൈറ്റിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. 18 മാസം കൊണ്ട് പൂർത്തിയാക്കുന്നതാണ് എഗ്രിമെന്റ്. ആധുനിക രൂപത്തിലുള്ള ലാബടക്കമുള്ള സൗകര്യങ്ങളാണ് നമ്മളുടെ വ്യക്തമായി മൂന്നിലായിക്കോട്ടെ ഇത് വേണ്ട അല്ല അതിവിടെ ഉണ്ട്. ഇത് മുൻകരുതലുകൾ ഇപ്പം പേരാമ്പ്ര താലൂക്ക് ആസ്പത്രി സ്വീകരിച്ചിട്ടുണ്ടോ? ഈ നിപ്പ എന്ന് പറയും, നിപ്പ മാത്രമല്ല ഏതൊരു ആരോഗ്യ മേഖലയിലും വരുന്ന ഏതൊരു പ്രതിസന്ധിയെയും പ്രശ്നത്തെയും മറികടക്കാൻ കഴിയുന്ന വിധത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ശക്തി പ്രാപിച്ചിട്ടുണ്ടെന്നാണ് പ്രത്യേകത. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മസ്തിഷ്ക ജ്വരം ബാധിച്ച് രോഗി ഒരു കുട്ടി രക്ഷപ്പെടുക എന്നുള്ളത് ആദ്യ സംഭവം. അത് കേരളത്തിലായതുകൊണ്ടാണ്. നിപ വൈറസ് വന്നപ്പോൾ അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് കോണ്ടാക്റ്റ് ഉള്ള അച്ഛനും അമ്മയ്ക്കും ഇപ്പം എന്തില്ല, അസുഖമില്ല, നെഗറ്റീവാണ്. അതെന്ത് കാണിക്കുന്നത് എന്താ? നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഇടപെടേണ്ട ഭാഗമായി ഇത്തരം രോഗങ്ങളെ കൂടി പ്രതിരോധിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സാമൂഹ്യ പ്രതിരോധം നമ്മുടെ ഈ ജനവിഭാഗങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വളർന്നു വരുന്നുണ്ടെന്നുള്ളതാണ്. ഈ നേരത്തെ കോവിഡിനുള്ള പ്രശ്നമല്ലേ, കോവിഡിന് ഒന്നാമത്തെ ഘട്ടത്തിൽ ആളുകൾക്ക് അതിൻ്റെ സാങ്കേതിക പദം എങ്ങനെയാന്ന് പറയുന്നത് അതിനാവശ്യമായ പ്രതിരോധം ഉണ്ടായിരുന്നു. പ്രതിരോധം എന്താ പറയുക ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് അതിനെന്ത് ചെയ്തു, സാമൂഹ്യ പ്രതിരോധം, ആളുകൾക്കിടയിൽ അതിൻ്റെ ഇമ്മ്യൂണിറ്റി അല്ലേ പറയുക, അല്ലേ പക്ഷേ അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാം സജ്ജമാണ്.